യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അതെപ്പോഴും വലുതും വിശാലവുമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അളക്കുവാൻ കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠവും വലുപ്പവുമേറിയതുമാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതെ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ പല നാളുകളായി പല വ്യാകുലതകളിൽ അകപ്പെട്ടിരുന്നു. അവന് ലഭിക്കേണ്ടുന്ന സൗഖ്യം ആരിൽ നിന്നും ലഭിച്ചില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പത്രോസ് കൽപ്പിക്കുമ്പോൾ അവിടെ ദൈവിക അത്ഭുതം നടക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു? അതെ, യേശുവിൻ്റെ കരങ്ങളോട് ചേർന്ന് പത്രോസ് ആ ശക്തി ദൈവസന്നിധിയിൽ നിന്ന് ആർജിച്ചുകൊണ്ട് ആ അത്ഭുതത്തിനു വേണ്ടി ഒരുങ്ങുകയും ദൈവകൃപയ്ക്കായി താൻ നിൽക്കുകയും ചെയ്തു. യേശുവിൻ്റെ കരങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ നമ്മളിൽ അസാധ്യങ്ങൾ സാധ്യമായി തീരും. അത്ഭുതങ്ങൾ നടക്കും, രോഗികൾ സൗഖ്യമാകും. എന്നാൽ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് യേശുവിൻ്റെ കരങ്ങളോട് ചേർന്നിരിക്കുവാൻ നാം ശ്രമിക്കാറില്ല. അത് നടന്നെങ്കിൽ മാത്രമേ ദൈവിക അത്ഭുതങ്ങൾ നമ്മിൽ നടക്കുകയുള്ളൂ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അതെ, നാം തിരിച്ചറിയുക, നമ്മിലൊരു പ്രകാശമുണ്ട്, നമ്മിലൊരു ശക്തിയുണ്ട്. ആ പ്രകാശം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കുക. നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അത് യേശു കർത്താവാണ്. അവൻ നിയന്ത്രിക്കുന്നവനാണ്, നടത്തുന്നവനാണ്, നടത്തിപ്പുകാരനാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ആ അത്ഭുതം നമുക്കും യേശുവിൻ്റെ കരത്തോട് ചേർന്നിരുന്ന് പ്രാപിക്കാൻ തക്കവണ്ണം ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.